ഈ ഒരു ഇന്ത്യയിലുള്ളൊരു ശരാശരി വ്യക്തിയുടെ ജീവിതത്തിൽ അമേരിക്കൻ കമ്പനികൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദ റീസൺ വൈ ടു കൊമേഴ്സ് വാസ് ഇന്ത്യയിൽ അത്രയും US കമ്പനീസ് ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം. ഹലോ, നമസ്കാരം. വെൽക്കം ടു പ്രപ് ടോക്സ്. നിങ്ങൾ BCom MCom കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ആർ യു സ്റ്റക്ക് സംവെയർ ഇൻ ബിറ്റ്വീൻ? ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ അധികം ആർക്കും അറിയാത്തതും എന്നാൽ ഒരുപാട് ജോലി സാധ്യതകളുള്ളതുമായ 2 US പ്രൊഫഷണൽ കോഴ്സസിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഒരു ഇന്ത്യൻ CA ആണ്, അതുപോലെ US CP ആണ്, ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ടാണ്, വർഷങ്ങളുടെ ഫാക്കൽറ്റി എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനൊക്കെ ഒത്തിരി സ്വീറ്റ്സ് ആയ ഒരു കാര്യം, ഇതിൻ്റെ ഒപ്പം ഒത്തിരി സ്വീറ്റ്സ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് സർ PrepQന്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആണ്, അക്കാഡമിക് ഹെഡും ആണ്. ഒത്തിരി സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം V. Vishnugupta to our show. Welcome, sir. Thank you so much, Teslet, for having me. It's a pleasure meeting you today. Once again, thank you for being with us, sir. Sir already ഒരു CA ആണ്, ഇപ്പോൾ ഒരു US CPയും കൂടെയാണ്. Sir, that educational journey sounds exciting. അത് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? Yeah, sure. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാനിപ്പോൾ 10th കഴിഞ്ഞ് 11th ഞാൻ കൊമേഴ്സ് എടുത്ത് ഞാൻ എൻ്റെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. So the reason why I took commerce was because one of my family friends actually guided me. So he told me that chartered accountancy എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് when it comes to commerce. And being a chartered accountant would open up exceptional opportunities in the Indian industry. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം കേട്ടപ്പോഴേക്കും എനിക്ക് വളരെയധികം ഐ ക്യാൻ ബി വൺ ഓഫ് ദി ടോപ്പ് പ്രൊഫഷണൽസ് ഇൻ ദി കൺട്രി എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ CAയിലോട്ട് വന്നത്. സോ CA പഠിക്കുന്ന സമയത്ത് തന്നെ ജോയിൻഡ് CA കോഴ്സ് സൂൺ ആഫ്റ്റർ ഐ കംപ്ലീറ്റഡ് മൈ 12th സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞ് CA ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷനൊക്കെ ആദ്യത്തെ ചാൻസ് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിൻ്റെ സമയത്താണ് ഐ ആക്ച്വലി അണ്ടർസ്റ്റുഡ് വാട്ട് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഡസ്. സോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞ പ്രൊഫഷണൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ജോലി അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക, ആ കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്താണ് മനസ്സിലായത്. സോ വൺസ് ഐ കംപ്ലീറ്റഡ് ദി CA കോഴ്സ് ഐ ആക്ച്വലി വാണ്ടഡ് ടു ബി എൻ ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ. സോ ഇന്ത്യൻ പ്രൊഫഷണൽ ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റെക്കഗ്നിഷനുള്ള ക്വാളിഫിക്കേഷൻസ് നമുക്ക് വേണം. ഇപ്പോൾ ഇന്ത്യക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉള്ളതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും തനതായിട്ടുള്ള ഹയസ്റ്റ് അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഭൂരിഭാഗം രാജ്യങ്ങളിലും റെക്കഗ്നിഷനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എടുക്കാമെന്നുള്ളതായിരുന്നു തീരുമാനം. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് US CP ആണ് ഭൂരിഭാഗം രാജ്യങ്ങളിലും റെക്കഗ്നിഷൻ ഉള്ളൊരു ക്വാളിഫിക്കേഷൻ എന്ന് എനിക്ക് മനസ്സിലായി. സോ അങ്ങനെയാണ് ഞാൻ CA കഴിഞ്ഞിട്ട് നേരെ US CPയിലോട്ട് ഞാൻ എത്തപ്പെട്ടത്. ആൻഡ് US CPയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ CAയുടെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. CPയുടെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബൈ ദി ടൈം ഐ കംപ്ലീറ്റഡ് മൈ CPA ഐ വാസ് ഓൾസോ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് ദെൻ ഐ ബിക്കേം എ CPA. സോ ഇൻ്റർനാഷണൽ കരിയർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ ഉള്ള ക്വാളിഫിക്കേഷൻസ് കൂടി നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. സോ ദാറ്റ് ഇസ് ഹൗ ഐ എൻഡഡ് അപ്പ് ബീയിങ് എ US CP. സർ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു സാറിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ജേർണി. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്രത്തോളം ഈ US പ്രൊഫഷണൽ കോഴ്സസിന് ഒരു റെലവൻസ് ഉണ്ടാവും, അതിൻ്റെ സ്കോപ്പും വൈ ഇറ്റ് ഈസ് റെലവൻറ്റ്, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? US പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിന് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഇൻക്രീസിങ് പ്രോമിനൻസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷനാണ്. ഇപ്പോൾ ഒരു 1970s ഒക്കെ തൊട്ട് ഒരു 50 വർഷം മുമ്പൊക്കെയാണ് ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഓവർ ദി ലാസ്റ്റ് ഡെക്കേഡ് ഈ പറഞ്ഞ എക്സ്പാൻഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ എക്സ്പോണൻഷ്യലായിട്ടാണ് നടക്കുന്നത്. സോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ വേഗത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഗ്ലോബലൈസേഷൻ്റെ എഫക്ട്സ് ഇപ്പോൾ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഒരു അവബോധം അല്ലെങ്കിൽ ഒരു അവയർനെസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. സോ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ട് US കോഴ്സസ് ടേക്കപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത്രയും US കമ്പനീസ് ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇന്ത്യ ഈസ് ദി മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദി വേൾഡ്.
സോ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി എന്ന് പറയുമ്പോൾ എക്കണോമിക് ടേംസിൽ അതിനൊരൊറ്റ അർത്ഥമുള്ളൂ, വളരെ വലിയൊരു മാർക്കറ്റാണ്. സോ ഇത്രയും വലിയൊരു മാർക്കറ്റിൽ നിന്ന് എത്രത്തോളം കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രൈവറ്റ് കമ്പനികളെ ആ ഒരു മാർക്കറ്റ് എപ്പോഴും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇപ്പോൾ എക്കണോമിക് ടേംസിൽ നമ്മൾ ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അമേരിക്ക ഈസ് വൺ ഓഫ് ദി വെൽത്തിയസ്റ്റ് കൺട്രീസ്. അതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. ഒരുപാട് കമ്പനികൾ അവിടെ പ്രോഫിറ്റിന് വേണ്ടി മാത്രമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും റവന്യൂ ഉള്ള കമ്പനികളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ ടോപ്പ് കാറ്റഗറീസിലെല്ലാം തന്നെ അമേരിക്കൻ കമ്പനികളാണ് വരുന്നത്. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ലുക്ക് അറ്റ് അവർ ലൈഫ്സ്. അപ്പോൾ നമ്മൾ രാവിലെ ഈ ഒരു ഇന്ത്യയിലുള്ളൊരു ശരാശരി വ്യക്തിയുടെ ജീവിതത്തിൽ അമേരിക്കൻ കമ്പനികൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, നമ്മളൊന്ന് ചുറ്റും നോക്കുമ്പോഴേക്കും തന്നെ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം വരുന്നുണ്ട്, അല്ലെങ്കിൽ മെറ്റ വരുന്നുണ്ട്. ഇതെല്ലാം അമേരിക്കൻ കമ്പനികളാണ്. പോട്ടെ, നമ്മളിപ്പോൾ ലിങ്ക്ഡിൻ പോലത്തെ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഇനി വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. നമുക്കിപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനാണ്. അതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഇൻഫാക്ട് യൂട്യൂബ് ഈസ് ആക്ച്വലി ഓൺഡ് ബൈ ഗൂഗിൾ. സോ അത് ഒരു കാറ്റഗറി. പോട്ടെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിൻ്റെ കേസിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ChatGPT അല്ലെങ്കിൽ ഓപ്പൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അമേരിക്കയല്ല. സോ ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അമേരിക്കൻ കമ്പനി ഫോർ സേ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രിയിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും നോക്കുമ്പോൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി അതെല്ലാം പോട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. ഇതിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഇതെല്ലാം അമേരിക്കൻ കമ്പനികളാണ്. പോട്ടെ, വേറെ ഏതെങ്കിലും കാര്യം എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തനതായിട്ടുള്ള ഏഷ്യാനെറ്റ് ചാനൽ പോലും ശരിക്കും പറഞ്ഞാൽ വോൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കമ്പനിയുടെ കീഴിൽ വരുന്ന ഒരു 100% ഓൺ സബ്സിഡിയറിയാണ്. സോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രാജ്യത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടെങ്കിൽ മിക്കവാറും അമേരിക്കൻ കമ്പനികൾ അവിടെ വന്ന് അക്വിസിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. ബിക്കോസ് ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കമ്പനികൾ അങ്ങനെ നിൽക്കത്തുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോഫിറ്റ്സ് ആണ്. എത്രത്തോളം കൂടുതലായിട്ട് പ്രോഫിറ്റ്സ് അവർക്ക് ഗാർണർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവോ അത്രത്തോളം അക്വിസിഷൻസും അവർ അതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല കമ്പനികൾ എടുത്ത് നോക്കിയാൽ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് അവരുടെ ഒരു പ്രസൻസ് വ്യാപിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പൊതുവിലെ കണ്ടിട്ടുള്ളത്. സോ ഇത്രത്തോളം വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കൻ കമ്പനികൾ നടത്തുമ്പോൾ, എസ്പെഷ്യലി ഇന്ത്യയിൽ നടത്തുമ്പോൾ, അതിനനുസരിച്ചിട്ട് തന്നെ അതിനോടനുബന്ധിച്ചിട്ട് വരുന്ന കുറേ അവസരങ്ങളുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ആഫ്റ്റർ ദി കോവിഡ് പാൻഡമിക് ആ അവസരങ്ങൾ പിന്നെയും 10 മടങ്ങായിട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഓൾറെഡി ഞാനിപ്പോൾ ആ കാരണങ്ങളൊന്നും ഞാൻ പറഞ്ഞു. ഇപ്പം ഇന്ത്യ ഈസ് ദി മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി. ഇന്ത്യയിൽ ഓൾറെഡി ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലാ കമ്പനികൾക്കും ഒരു ഓപ്പറേറ്റിംഗ് ഓഫീസെങ്കിലും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പോപ്പുലേഷനിൽ വളരെ വലിയൊരു കാറ്റഗറി എന്ന് പറയുന്നത് വർക്കിംഗ് പോപ്പുലേഷനാണ്. വർക്കിംഗ് ക്ലാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ വർക്കിംഗ് ക്ലാസ്സിൻ്റെ കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ലേബർ ഫോഴ്സ് ഇൻ ദി ഹോൾ വേൾഡ്. സോ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള വർക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സർവീസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ലേബർ ഫോഴ്സ് ഉണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പാൻഡമിക്കായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു എക്കണോമിക് സിറ്റുവേഷനാണ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഒരുപാട് കമ്പനികൾ പൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പാൻഡമിക്കിൽ ലോകത്തെ എല്ലായിടത്തും സംഭവിച്ച കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും നമ്മളൊന്ന് അമേരിക്കയിലുള്ള ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലുള്ള വലിയ വലിയ കമ്പനികൾ, ഇപ്പോൾ മെറ്റ ആണെങ്കിലും അല്ലെങ്കിൽ ട്വിറ്റർ ആണെങ്കിലും, ഈ കമ്പനികളെല്ലാം ഒരുപാട് ആൾക്കാരെ പിരിച്ചുവിടുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ലേ ഓഫ് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ ഷട്ട് ഡൗൺ കാരണം ആൾക്കാർക്ക് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾക്ക് നേരത്തെ ജനറേറ്റ് ചെയ്ത അത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ അവർക്ക് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ, ഇപ്പോൾ ഏതൊരു കമ്പനിയും നിലനിൽക്കണമെങ്കിൽ ലാഭം വേണം. ലാഭം ഒന്നില്ലെങ്കിൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനെങ്കിലും സാധിക്കണം. സോ ബേസിക് കോസ്റ്റ് പ്രോഫിറ്റ് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇൻ ഓർഡർ ടു റീറ്റെയിൻ ഓർ ഇൻക്രീസ് പ്രോഫിറ്റ്സ്
ഒന്നില്ലെങ്കിൽ നമ്മുടെ സെയിൽസ് കൂട്ടണം, അതല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. സോ കോവിഡ് പാൻഡമിക് കാരണം ഷട്ട് ഡൗൺ വരികയും ഈ ഷട്ട് ഡൗൺ മൂലം ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയുണ്ടായ സാഹചര്യം ഉണ്ടായപ്പോഴേക്കും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം എക്കണോമിക് റിസഷനിലോട്ട് പോയി. സോ എക്കണോമിക് റിസഷനിൽ സെയിൽസ് കൂട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ലാഭം നിലനിർത്തണമെങ്കിൽ ഇവർക്ക് കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ക്വാളിറ്റി, കുറച്ചുകൂടി റിലേറ്റീവ്ലി ലോവർ കോസ്റ്റിൽ നമുക്ക് കിട്ടണം. അവിടെയും ഇന്ത്യക്ക് ഒരു എഡ്ജ് ഓവർ ഉണ്ട്. ഇപ്പം നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ ലൈക്ക് നോർത്ത് അമേരിക്കൻ എക്കോണമീസ് അല്ലെങ്കിൽ യൂറോപ്യൻ എക്കോണമീസ്, അവിടെയെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വരുമാനം ആൾക്കാർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. പക്ഷെ അതേപോലെ തന്നെ അവിടെ ജീവിത ചെലവും വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ താരതമ്യേന ജീവിത ചെലവ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ലേബർ ഫോഴ്സിന് നല്ല ക്വാളിറ്റിയിലുള്ള സർവീസസ് റിലേറ്റീവ്ലി കുറഞ്ഞ ചിലവിൽ കൊടുക്കാനായിട്ട് പറ്റുകയും ഇതേ ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ഈ മാർക്കറ്റുകളുടെ അല്ലെങ്കിൽ ഈ കമ്പനികളുടെ വളരെ വലിയൊരു മേജർ റവന്യൂ വരുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയും ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ ഫോക്കസും ഇന്ത്യയിലോട്ട് മാറി. ആൻഡ് ദിസ് ഇസ് എവിഡൻറ്റ് ഫ്രം ദി റിപ്പോർട്ട്സ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആഫ്റ്റർ ദി പാൻഡമിക് ഇന്ത്യയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന രാജ്യങ്ങളിൽ ടോപ്പ് 3 എപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. So that much of investment is actually put forward by these companies. They are opening up new offices in the country. ഇന്ത്യയിലുള്ള മെട്രോ നഗരങ്ങളിൽ കൂടുതൽ കമ്പനികൾ വന്ന് അവരുടെ ഓഫീസസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം തന്നെ പാൻഡമിക്കിന് ശേഷം വളരെ വലിയ രീതിയിൽ വിസിബിൾ ആയിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. സോ ഇത്രയും കോടികളുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അവിടെ പണത്തിനൊരു പഞ്ഞമില്ല എന്നുള്ളതാണ് സത്യം. സോ ഈ കമ്പനികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ വന്ന് അവരുടെ ഒരു ഓഫീസൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഫാക്ടറേ ആയിരുന്നില്ല. ബട്ട് അവർക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലേബർ ഷോർട്ടേജ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമുക്കൊരു ലേബർ ഫോഴ്സ് ഉണ്ട്. അമേരിക്കൻ കമ്പനികൾക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ലേബർ ഫോഴ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ടാവും. പക്ഷേ അമേരിക്കൻ കമ്പനികൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ടത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വർക്ക് ഫോഴ്സിൽ കയറി പറ്റണമെങ്കിൽ അമേരിക്കൻ ക്വാളിഫിക്കേഷൻസ് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം അമേരിക്കൻ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയിലുള്ള റെഗുലേഷൻസിനെ പറ്റിയിട്ടും അമേരിക്കയിലുള്ള നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് കൂടുതൽ അറിവുണ്ടാകത്തുള്ളൂ. ആൻഡ് ആ ഒരു അറിവ് വെച്ച് മാത്രമേ ഇപ്പറഞ്ഞ ഹൈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുന്ന ജോലികളൊക്കെ ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മളിപ്പോൾ ഒരു ഹയറാർക്കി എടുത്ത് നോക്കുവാണെങ്കിൽ ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ജോലികൾ ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റോ ധാരാളമാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലോട്ടോ കയറണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദി പെർട്ടിക്കുലർ കാൻഡിഡേറ്റ് ഓർ ദി പെർട്ടിക്കുലർ ലേബർ ഫോഴ്സ് പീപ്പിൾ ഷുഡ് ഹാവ് അമേരിക്കൻ ക്വാളിഫിക്കേഷൻസ്. ആൻഡ് അമേരിക്കൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ നമുക്ക് പല ക്വാളിഫിക്കേഷൻസും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരുന്ന അവസരങ്ങൾ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് 2 സെക്ടേഴ്സ് അല്ലെങ്കിൽ 2 ക്വാളിഫിക്കേഷൻസ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഇൻഡസ്ട്രിയിലാണ്. അതിലൊന്ന് USCPA. സോ USCPA എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോലെ തന്നെയാണ് അമേരിക്കയിലെ ഒരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന് കിട്ടുന്ന അതേ ഡിഗ്നിറ്റി, അതേ റെസ്പെക്ട്, അതേ വാല്യൂ തന്നെയാണ് US-ലുള്ള CPA-കാർക്കും കിട്ടുന്നുണ്ടാവുക. സോ US കൊമേഴ്സ് സെക്ടറിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ എ CPA ദെൻ യു ഹാവ് n നമ്പർ ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ഫോർ യു ടു പിക്ക് ഫ്രം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻറോൾഡ് ഏജന്റ് ക്വാളിഫിക്കേഷനാണ്. സർ ഇപ്പോൾ പറഞ്ഞ എൻറോൾഡ് ഏജന്റ് ക്വാളിഫിക്കേഷൻ അല്ലേ, അതിനെപ്പറ്റി ഒന്നുണ്ട് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞുതരുമോ? അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ സിലബസ്, കാര്യങ്ങൾ, ലൈക്ക് വാട്ട് ഈസ് an enrolled agent എന്നുള്ളത്? Being an attorney or a CPA has its own limitations. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിലുള്ള നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു അറ്റോർണി ആവാനായിട്ട് പറ്റത്തുള്ളൂ. CPAക്ക് അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് എലിജിബിലിറ്റി കണ്ടീഷൻസും ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട്. സോ US ടാക്സ് ഇൻഡസ്ട്രിയിൽ ജോലിക്ക് കയറണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രെഡൻഷ്യലാണ് എൻറോൾഡ് ഏജന്റ് ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത്, which is designed by IRS in itself. So IRS ടാക്സേഷൻ പ്രൊഫഷണൽസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ട്
അസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും EA ക്രെഡൻഷ്യൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ US ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. US അറ്റോർണീസിന് ഉള്ള അല്ലെങ്കിൽ US CPAക്കാർക്കുള്ള രീതിയിലുള്ള ഒരു കണ്ടീഷൻസോ ലിമിറ്റേഷൻസോ ഒന്നും തന്നെ എൻറോൾഡ് ഏജന്റ് ക്രെഡൻഷ്യൽ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കില്ല. നമ്മളിപ്പോൾ എടുത്ത് നോക്കുവാണെങ്കിൽ IRS പറയുന്ന 2 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരെണ്ണം 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഒരു ഇന്ത്യൻ സിനാരിയോ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഗ്രാജുവേഷൻ അത്യന്താപേക്ഷിതമാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. സോ നമ്മുടെ നാട്ടിലുള്ള ഗ്രാജുവേറ്റ്സിന് ഈ ഒരു പെർട്ടിക്കുലർ ക്രെഡൻഷ്യൽ കൂടി നേടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ US ടാക്സേഷൻ ഇൻഡസ്ട്രിയിലുള്ള അവസരങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു PTIN വേണം എന്നുള്ളതാണ്. സോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ടാക്സേഷൻ കാര്യങ്ങൾക്ക് പാൻ കാർഡ് ഉള്ളതുപോലെ തന്നെ അമേരിക്കയിൽ PTIN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 എണ്ണമാണ് എൻറോൾഡ് ഏജന്റ് ക്രെഡൻഷ്യലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ EA ആവാൻ വേണ്ടിയിട്ടുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. US ടാക്സേഷൻ മാത്രമാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ പഠിക്കാനുള്ളത്. അതും 3 ഭാഗങ്ങളിലായിട്ടാണ് IRS ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാവുക. ആദ്യത്തെ ഭാഗത്തിൽ പാർട്ട് 1 നമ്മൾ ഇൻഡിവിജ്വൽ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. അതിനകത്ത് വ്യക്തികളുടെ ടാക്സസ് അടക്കുമ്പോഴേക്കും അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണോ അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെസ്ലയുടെ ഓണറായിട്ട് നിൽക്കുന്ന എലോൺ മസ്ക്. ഇപ്പോൾ എലോൺ മസ്ക് ഇൻഡിവിജ്വലി ടാക്സ് റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനം കൃത്യമായിട്ട് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകം ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 ഇൻഡിവിജ്വൽ ടാക്സേഷനിൽ പഠിക്കുന്നുണ്ടാവാം. രണ്ടാമത്തേത് ബിസിനസ് ടാക്സേഷനാണ്. അമേരിക്കയിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള മറ്റ് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻസ് അവരുടെ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പാർട്ട് 2 നമ്മൾ പഠിക്കുന്നുണ്ടാവാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എലോൺ മസ്കിൻ്റെ കമ്പനി ടെസ്ല അല്ലെങ്കിൽ സ്പേസ് എക്സ് ഓർ ട്വിറ്റർ സേ ഫോർ ദാറ്റ് മാറ്റർ. അപ്പോൾ ഈ കമ്പനികളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുന്ന കണ്ടീഷൻസ് ഒക്കെയാണ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ പാർട്ട് 2 പഠിക്കുന്നുണ്ടാവുക. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഗൈഡ് ലൈൻസിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. സോ ഒരു എൻറോൾഡ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ US ടാക്സ് പേയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഒരു എൻറോൾഡ് ഏജൻറ്റ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ക്ലയൻ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന IRSൻ്റെ ഡിഫറെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. സോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 3 ഭാഗങ്ങളിലായിട്ടാണ് EAയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. പഠിക്കുന്നത് US ടാക്സേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ സബ്ജക്റ്റാണ്. 3 ഭാഗങ്ങളിലായിട്ട് പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് ഈ എക്സാമിനേഷൻ 3 പാർട്സ് ഇഷ്ടമുള്ള ഓർഡറിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഡേറ്റ് എടുത്തിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ IRS നേരിട്ടല്ല EAയുടെ എക്സാമിനേഷൻ നടത്തുന്നത്. പകരം പ്രോമെട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് സെൻറ്റർ വഴിയാണ് നടത്തുന്നത്. സോ പ്രോമെട്രിക് ഇസ് ആക്ച്വലി എ ടെസ്റ്റിംഗ് കമ്പനി. അതും ഒരു അമേരിക്കൻ കമ്പനി തന്നെയാണ്. ആൻഡ് പ്രോമെട്രിക്കിന് ഒരു എക്സാം സെൻറ്റർ പോലെയാണ്. അവർക്ക് പല ലൊക്കേഷൻസിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. കുട്ടികൾ EAയുടെ എക്സാമിനേഷൻ അവിടെ പോയിട്ടാണ് എഴുതേണ്ടത്. ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് പ്രോമെട്രിക് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ EAയുടെ എക്സാമിനേഷൻ നടക്കുന്നത് നിലവിൽ 3 സ്ഥലങ്ങളിൽ മാത്രമാണ്. നമുക്ക് ന്യൂഡൽഹിയിൽ ഒരു സെൻറ്റർ ഉണ്ട്, ഹൈദരാബാദിൽ 2ാമത്തെ സെൻറ്റർ ഉണ്ട്, 3ാമത്തേത് ബാംഗ്ലൂരാണ്. അപ്പോൾ കേരളത്തിലുള്ള കുട്ടികൾ EA കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്റർ എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ട് ഇഷ്ടപ്പെട്ട സമയത്ത് എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുന്നു എന്നുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ US ടാക്സേഷനാണ് പഠിക്കുന്നത്. എക്സാമിനേഷൻ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ തീരുന്ന ഒരു എക്സാമിനേഷനാണ്. 3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എക്സാമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ അവർക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എക്സാമിനേഷനുമാണ് ഈ എക്സാമിനേഷൻ. കുട്ടികളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കുവാണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് വരാനുണ്ടാവും. സോ നമുക്ക്
ഒരുപാട് സമയമൊന്നും എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് സ്ലോട്ട് ഉണ്ടെങ്കിൽ, പ്രോമെട്രിക് എന്ന് പറയുന്നത് ഒരു എക്സാം സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിൽ സ്ലോട്ട്സ് എല്ലാം ഫില്ലായി പോകുന്നുണ്ടാവും. സോ ഒരു കുട്ടിക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ദിവസം എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോഴേക്കും തന്നെ റിസൾട്ട് അറിയാനായിട്ട് കൂടി പറ്റുന്നുണ്ടാവും. സോ നമുക്ക് ടെൻഷൻ അടിക്കാൻ പോലും അങ്ങനെ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. സോ കമ്പയർഡ് ടു അതർ ക്വാളിഫിക്കേഷൻസ്, US ടാക്സ് ഇൻഡസ്ട്രിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന് സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് EA ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവില്ല. ഷോർട്ട് ടേം ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 6 to 9 months തന്നെ നമുക്ക് EA ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത്, ഒരു EA എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് 6 to 9 months തന്നെ സാധിക്കുന്നുണ്ടാവും. താങ്ക് യു സർ. ഞങ്ങൾക്ക് US CPA പറ്റി, സാർ ഓൾറെഡി ഒരു CP ആണ്, സാറിനോടാണ് ഏറ്റവും നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് വാട്ട് ഈസ് എ US CPA. സോ സാർ അതിനെപ്പറ്റിയും കൂടെ ഒന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വാട്ട് ഈസ് എ US CPA, സിലബസ് എന്തായിരിക്കും, സ്കോപ്പ് എന്തായിരിക്കും, വാട്ട് ഈസ് എ US CPA? US CPA, ടു പുട്ട് ഇറ്റ് ഇൻ സിമ്പിൾ ടേംസ്, നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലെ തന്നെ ഉള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. സോ ഇന്ത്യയിലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് US ഒരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ടേംസ് ഓഫ് റെക്കഗ്നിഷൻ, ഇൻ ടേംസ് ഓഫ് വാല്യൂ, ഇൻ ടേംസ് ഓഫ് ഡിഗ്നിറ്റി, നമ്മൾ ആ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെ ഒരു പ്രസ്റ്റീജ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് കിട്ടുന്ന അതേ ഒരു റെസ്പെക്റ്റ് ഒക്കെ തന്നെയാണ് US സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിന് കിട്ടുന്നത്. അതേ റെക്കഗ്നിഷനും കിട്ടുന്നുണ്ട്. സോ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് അമേരിക്കൻ അവസരങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ ജനറലി സ്പീക്കിംഗ് അമേരിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻ ആണ് US CPA എന്ന് പറയുന്നത്. സോ ഇഫ് എ പേഴ്സൺ ഇസ് എ US CPA, അമേരിക്കൻ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോലികളും ടേക്കപ്പ് ചെയ്യാനായിട്ടും അതിലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഒരു US CPAക്ക് സാധിക്കുന്നുണ്ടാവും. സോ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ക്രെഡൻഷ്യൽ നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ പ്രോബബ്ലി US CPA തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, ഓരോന്നായിട്ട് ഞാൻ വിശദമായിട്ട് ഞാൻ പറയാം. ബട്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്ലോബലൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അതിൽ US CPA തരുന്ന ഒരു കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളിപ്പോൾ US CPA ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചില കണ്ടീഷൻസ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ പഠിച്ചു തുടങ്ങിയ ഈക്വലൻ ക്രെഡിറ്റ്സ് നമുക്ക് വേണം. So in order to be a CPA in US, we should have at least 120 credits to appear for the examination. അപ്പോൾ അമേരിക്കയിൽ ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത് 4 വർഷമാണ്, നമ്മുടെ നാട്ടിൽ 3 വർഷമാണ്. സോ അതുകൊണ്ട് തന്നെ 120 ക്രെഡിറ്റ്സ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ നോർമലി ജനറലി സ്പീക്കിംഗ് ഒരു BCom ഫൈനാൻസ് ആൻഡ് ടാക്സ് പഠിച്ചിട്ടുള്ളൊരു കുട്ടിക്ക് 30 ക്രെഡിറ്റ്സ് ആണ് ഒരു വർഷത്തെ BCom കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവുക. സോ 3 വർഷത്തെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 90 ക്രെഡിറ്റ്സേ അവിടെ വരുന്നുള്ളൂ. AICPAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് നമ്മൾ CPAയുടെ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യണമെങ്കിൽ നമുക്ക് 120 ക്രെഡിറ്റ്സ് വേണം. സോ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രാജുവേറ്റ് MCom എടുത്ത് അതിൻ്റെ ഫസ്റ്റ് ഇയർ കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ജനറലി ഈ പറഞ്ഞ 120 ക്രെഡിറ്റ്സ് മീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സാമിനേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ലൈസൻസ് അപ്ലൈ ചെയ്യാനായിട്ട് 150 ക്രെഡിറ്റ്സ് വേണം. സോ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ MCom കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് CPAയുടെ ലൈസൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക ജനറലി സ്പീക്കിംഗ്. സോ 120 ക്രെഡിറ്റ്സ് ആൻഡ് 150 ക്രെഡിറ്റ്സ്, അതാണ് ആദ്യത്തെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ബട്ട് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ക്വാളിഫിക്കേഷൻസ്, ഇപ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് പെർസ്യൂ ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ CAയുടെ ഇന്റർ കംപ്ലീറ്റ് ചെയ്തു BCom ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ CS-ഉം ഇന്ത്യൻ CMA ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കും ഇതേപോലെ തന്നെ ചിലപ്പോൾ എക്സാമിനേഷൻ എഴുതാനായിട്ടുള്ള ക്രെഡിറ്റ്സ് കിട്ടിയെന്ന് വന്നേക്കാം. സോ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലായിട്ട് നമ്മളൊന്ന് ഇവരുടെ ക്രെഡിറ്റ്സ് ഒന്ന് ആനലൈസ് ചെയ്ത് ആ ക്രെഡിറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, നമ്മൾ ഇന്ത്യൻ ക്രെഡിറ്റ്സ് US ക്രെഡിറ്റ്സിലോട്ട് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് വേണം എലിജിബിലിറ്റി നമ്മൾ നോക്കാനായിട്ട്.
വൺസ് എ സ്റ്റുഡൻറ്റ് ഇസ് എലിജിബിൾ ദെൻ ദേ ക്യാൻ സ്റ്റാർട്ട് പേഴ്സ്യൂയിങ് ദി CPA കോഴ്സ്. 4 സബ്ജക്ട്സ് ആണ് പ്രധാനമായിട്ടും CPA കോഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ US അക്കൗണ്ടിങ് വരുന്നുണ്ട്, ഓഡിറ്റിംഗ് വരുന്നുണ്ട്, പിന്നെ ഉള്ളത് റെഗുലേഷൻസ്, അതായത് അമേരിക്കയിലുള്ള ടാക്സേഷൻ നിയമങ്ങളും ബാക്കിയുള്ള കൊമേഴ്സ് റിലേറ്റഡ് നിയമങ്ങളും വരുന്നുണ്ട്. ഈ 3 കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. സോ 4 പേപ്പേഴ്സിൽ 3 കോർ പേപ്പേഴ്സാണ്. കോർ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ 3 നോളജ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. 4മത്തേത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിനറി പേപ്പേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ US അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിനറി പേപ്പർ എടുക്കാം. അത് ബാർ എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നാണ് US അക്കൗണ്ടിങ്ങിൻ്റെ നമ്മളിപ്പോൾ കോഴ്സ് കരിക്കുലം എടുത്ത് നോക്കുമ്പോൾ CPAയുടെ അക്കൗണ്ടിങ് സബ്ജക്റ്റിൻ്റെ കുറച്ചുകൂടി ഒരു പേരെന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് നമുക്ക് കോർ പേപ്പറായിട്ടുള്ളപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഡിസിപ്ലിനറി പേപ്പറുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ പെർസ്യൂ ചെയ്യാം. അതേപോലെ തന്നെ ഓഡിറ്റിങ്ങിൻ്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സിസ്റ്റംസ് ഓഡിറ്റിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന, ഇപ്പോൾ ഓഡിറ്റിങ്ങിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഡിസിപ്ലിനറി പോർഷൻ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ റെഗുലേഷൻസിൽ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കരിയറിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിനറി പേപ്പേഴ്സും അവൈലബിൾ ആണ്. സോ ഞാൻ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇൻഫാക്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് 3 കോർ പേപ്പേഴ്സ് ഉണ്ട്, ഒരു ഡിസിപ്ലിനറി പേപ്പറും ഉണ്ട്. ഈ ഡിസിപ്ലിനറി പേപ്പർ കുട്ടികൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഐ തിങ്ക് നമ്മൾ കുട്ടികളോട് ക്ലാസ് എടുക്കുന്ന സമയത്താണ് നമ്മൾ കുട്ടികളോട് പറയാറുള്ളത്. സോ ഐ തിങ്ക് അങ്ങനെ തന്നെ ഒന്ന് കീപ്പപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സോ ഞങ്ങൾക്കിപ്പോൾ CPA പറ്റിയും സാറ് പറഞ്ഞു തന്നു. ഇനി നമുക്കുള്ള കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ നമുക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാം.